ഇത് അവളല്ലേ? ആര്? നമ്മുടെ പഴയ മായ. ഇപ്പൊ ഞാൻ ധന്യാസ് രാജേഷ്. ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. വട്ടപ്പേര് പറയടാ. അങ്ങനെയാണ് ആൾക്കാർക്ക് എന്നെ അറിയുന്നത്. അപ്പം അർജുന്റെ റോസ്റ്റിംഗ് വീഡിയോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവളിത് എന്ത് ഭാവിച്ച അവന് ടിക്ടോക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും വെയിറ്റ്, ഫസ്റ്റ് അതെന്റെ അക്കൗണ്ട് അല്ല, എനിക്ക് ടിക്ടോക്കിൽ അക്കൗണ്ട് ഇല്ല. അപ്പം ടിക്ടോക്കിൽ അവന്റെ ഫാൻ പേജ് ആണെന്ന് തോന്നുന്നു. അതിലായാലും യൂട്യൂബ് വീഡിയോസിലായാലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കമന്റ് ഹെലൻ ഓഫ് സ്പാർട്ടനെ ഒന്ന് റോസ്റ്റ് ചെയ്യാവോ എന്നാണ്. കുട്ടികളല്ലേ? എന്നാലും അത് ശരിയാണോ? നിർത്തിക്കോണം പറയണോ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രൂപ്പിൽ ഞാൻ എന്നെ റോസ്റ്റ് ചെയ്ത വീഡിയോന്റെ ലിങ്ക് ഞാൻ കാണുന്നത്. ഇവിടെ മോല് കണ്ടോ? ഇതാ ഹൈലൈറ്റ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യരുത്. പിന്നെ കുണ്ടി പാർക്ക് ചെയ്യാനുള്ള അങ്ങനെ എത്രയും ദിവസം പേരയിൽ ഇന്ന് കുണ്ടി കുത്തി എന്റെ പറ്റൂലേ? കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും സ്വഭാവം അത്ര നന്നൊന്നും അല്ല കേട്ടോ. ബിരിയാണി പ്രതീക്ഷിച്ചു പോയ ഞാൻ പഴങ്കഞ്ഞി കുടിച്ച് മടങ്ങേണ്ടി വന്ന അവസ്ഥയായിരുന്നു. നെക്സ്റ്റ് ടിക്ടോക്ക് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് കാണാൻ പോയ എനിക്കൊന്നും തന്നെ കിട്ടിയില്ല. ടിക്ടോക്ക് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് കാണാൻ പോയ എനിക്കൊന്നും തന്നെ കിട്ടിയില്ല. കാണിച്ചു തരാം. എനിക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം, അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റില്ല. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം, അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റില്ല. അതിനെന്തിനാ കരയുന്നത്? സ്റ്റിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് അർജുന്റെ വീഡിയോസ് ഒന്നും ഇഷ്ടമല്ല. താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും വരണ്ട. പേഴ്സണലി എനിക്ക് അറിയാത്തതുകൊണ്ട് വീഡിയോസ് എനിക്ക് ഇഷ്ടമല്ല. എടാ പോടാ, എടാ പോടാ, നിന്നെ ഇവിടെ ആയിരിക്കും കാണണ്ട, ഇറങ്ങി പോടാ. നിന്നെ എല്ലാവരും കുണ്ടിപ്പെണ്ണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിനെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല ഇവിടെ, ആരുമില്ല. പൊക്കോ. അതിനവള് പെണ്ണാണോ? സൂക്ഷിച്ചു നോക്കിയാ മീസയും കാണും, പക്ഷെ സൂക്ഷിച്ചു നോക്കണം. ഗുരുജി ഒന്ന് മാറ്റിപ്പിടിച്ചു. നോ മാൻ, എന്നെയും കൊണ്ടേ ഞാൻ പോകൂ. എന്നെയും കൊണ്ടേ പോകുന്ന നിർബന്ധമാണ്. അതെ, ഇൻസ്റ്റയിൽ ഫ്രണ്ട് ആക്കോ. സോറി. എന്നാലും കുറെ എണ്ണം പോവടിയിലോട്ട്. ചേച്ചി എന്നെ ഒന്ന് ഫോളോ ചെയ്യുവോ പ്ലീസ്? നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ LKGB. ചുണ്ടിൽ ആരാ കടിച്ചത്? ചുണ്ടിൽ അപ്പുറത്തെ വീട്ടിലെ കാക്ക. കുണ്ടിയും കുത്തിയാണ് ഇരിക്കുന്നത്. അതെ, കുണ്ടിയും കുത്തി തന്നെയാണ് ഇരിക്കുന്നത്. എനിക്ക് അല്ലാണ്ട് മൂക്കും കുത്തി ഇരിക്കാൻ അറിയില്ല, കുണ്ടി കുത്തി ഇരിക്കാനേ അറിയൂ. സംസാരത്തിൽ ഭയങ്കര വ്യാകരണമുണ്ട്. ഇത് അമ്മയാണോ? ഇത് അമ്മയല്ല, ഇതെന്റെ അമ്മൂമ്മയാണ്. ഓ എന്തൊരു ചളിയാടോ. ഒരു വീഡിയോ ചെയ്തിട്ടില്ല അച്ഛന്റെ കുണ്ടിന്ന്. എന്റെ തന്തയ്ക്ക് വേണ്ടി അതെന്താ എത്ര പേജാറ്? നിന്റെ അച്ഛനില്ല മോനെ? ഇനിയിപ്പോ കുണ്ടില്ലാത്ത ടീം ഞങ്ങളെ പിന്നെ കുണ്ടി തരും എന്ന് വിചാരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നോ, കുണ്ടി വിൽപ്പനക്കില്ല. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. എന്തൊരു തെറിയാണ് ചേച്ചി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കുണ്ടി എന്ന് പറഞ്ഞാൽ തെറിയാണെന്ന് ആരാ പറഞ്ഞത്? അടിപൊളി. അത് മനുഷ്യ ശരീരത്തിന്റെ ഭാഗമാണ് കുണ്ടി. അതാരും സ്വയം പറയാറില്ല. ശരണമയ്യപ്പ, മകരവിളക്ക് കണ്ട് ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.